മാറ്റി ഇതേപോലെ യൂണിയൻകാർ ഞങ്ങൾ തന്നെയല്ലേ എട്ടിൽ പോയി കോടതിക്ക് ഞങ്ങൾ നിങ്ങളൊക്കെ സമയല്ലേ അതിനൊക്കെ നിയമവും അവർക്കാണ് ലോഡ് ഇറക്കേണ്ട പരിസരവാസികളൊന്നും വെറുപ്പിച്ചൊരു സ്ഥാപനം അങ്ങനെ കഴിയുമെങ്കിൽ നമ്മൾ ചെയ്തു. ഹായ്, സംഭവം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? യൂണിയൻകാരൊന്ന് പ്രശ്നം ഉണ്ടാക്കിയാണ് കേട്ടോ. ഇതൊന്ന് ഞങ്ങൾ റോയൽ എൻഫീൽഡിൻ്റെ പാർട്സ് ഇതുണ്ടല്ലോ, സ്പെയർ പാർട്സ് ആയിട്ട് വന്നതാണ്. ഒരു 1000 ബോക്സ് ഉണ്ട്, ചെറിയ ബോക്സുകളാണ്, ഒരു കിലോനൊക്കെ വെയിറ്റുള്ള ഇതേപോലത്തെ ചെറിയ ചെറിയ ബോക്സുകളാണ്. അപ്പോൾ അത് ഇറക്കാൻ വേണ്ടി വന്നപ്പോൾ അവരൊന്ന് പ്രശ്നം ഉണ്ടാക്കിയാണ് യൂണിയൻകാർ. അതായത് ഇവിടെ ഇറക്കുന്ന 2 ടീമിന് 2 പേർക്ക് കാർഡുണ്ട്, ഇത് ഇറക്കാനുള്ള കാർഡുണ്ട്. അത് അവർ ഇതിൻ്റെ മുമ്പേ ഈ ഇറക്കുന്ന 2 പേര് കണ്ടോ, ഇവർക്ക് 2 പേർക്കും കാർഡുണ്ട്. അപ്പോൾ അത് അവർക്ക് കാർഡ് അവർ കാണിച്ചു കൊടുത്തു, യൂണിയൻകാർ വന്നപ്പോൾ കാണിച്ചു കൊടുത്തു. ഈ കമ്പനിയിൽ അവർക്ക് ഇറക്കാനുള്ളതുണ്ട്. അവർ ഈ കമ്പനി സ്റ്റാഫുകൾ തന്നെയാണ്. ഒരു കോടതി മുഖാന്തരം എന്തോ എടുത്തതാണ്, ലേബർ കാർഡ് എടുത്തിട്ടുള്ളതാണ്. ഇതിന് മുമ്പ് അവരെന്തോ ഇഷ്യൂ ആയിട്ട് ആ കമ്പനിയിൽ ഏതോ കൊറിയർ കമ്പനിയാണിത്. അവിടെ ഏതോ 2 കമ്പനികൾ ഈ യൂണിയൻ്റെ പ്രശ്നം കാരണം അവർക്ക് സാധനം കൊടുക്കാതെ കമ്പനിയിൽ നിന്ന് പോയി. അപ്പോൾ അതിന് ശേഷം അവർ എടുത്തതാണ് ഇത് കോടതി മുഖാന്തരം. എങ്ങനെയൊക്കെ ലേബർ കാർഡ് എടുത്തിട്ടുണ്ട് അത് അവർക്ക് കാണിച്ചു കൊടുത്തു, വന്ന് പ്രശ്നം ഉണ്ടാക്കിയവർക്ക് കാണിച്ചു കൊടുത്തു. പക്ഷെ അവർക്കത് പറ്റത്തില്ല. അവർ പറഞ്ഞു CI സാറിനെ വിളിക്കുന്നതാണ് യൂണിയൻകാർ പറയുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ വിളിച്ചോളൂ, നിങ്ങൾക്കല്ലേ പ്രശ്നം, ഞങ്ങൾക്ക് ഓൾറെഡി കാർഡ് ഉണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ പറഞ്ഞു. അത് അവർ നോക്കില്ല. നിങ്ങൾക്ക് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങളത് അവിടെ വെച്ചോളൂ, അത് ഞങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല. ഇത് അംഗീകൃതമുള്ള ആൾക്കാരെ ഇറക്കാൻ പറ്റുമോ? കാരണം അംഗീകൃതമുള്ള ആൾക്കാർ അവർ 2 പേരിനെ ഇറക്കുന്നുള്ളൂ, മൂന്നാമത് ആരും ഇറക്കാൻ കൂടുന്നില്ല എന്ന് പറഞ്ഞ് അവർ കേൾക്കുന്നില്ല. എന്താണെങ്കിലും വന്നവർ ഞങ്ങളെ പിണക്കി നിങ്ങൾ ഇവിടെ നടത്തുന്നതെന്ന് കാണണം എന്നുള്ള ഭീഷണിപ്പെടുത്തി അവരവരെ വഴിക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.